ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവദാസൻ ബഹുമാനപ്പെട്ട അന്തോണിച്ചൻ ചാലക്കുടിക്ക് അടുത്തുള്ള കോട്ടാറ്റാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കോട്ടാറ്റ് തന്നെയാണ് നടന്നത്. അതിനുശേഷം അദ്ദേഹം ഉപരിപഠനത്തിന് വേണ്ടി ട്രിച്ചി സെയിൻറ്റ് ജോസഫ്സ് കോളേജിലേക്ക് പോകുന്നു. അവിടെ അദ്ദേഹം വളരെ ഉന്നതമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പഠനമൊക്കെ പൂർത്തിയാക്കുന്നു. അവിടെയുള്ള പഠനത്തിന് ശേഷമാണ് അദ്ദേഹം തൃശ്ശൂർക്ക് തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ വൈദിക പരിശീലനം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈദിക പരിശീലനം പുത്തമ്പള്ളിയിൽ പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം തൃശ്ശൂർ രൂപതയ്ക്ക് വേണ്ടി വൈദികനാകുന്നു. തൃശ്ശൂർ രൂപതയിൽ വ്യത്യസ്തമായ മേഖലകളിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. ലൂർദ് പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയായി, പിന്നീട് മൈനസ് സെമിനാരിയുടെ വൈസ് റെക്ടറായി, മൈനസ് സെമിനാരിയുടെ റെക്ടറായി, അന്നത്തെ മേജർ സെമിനാരിയുടെ വൈസ് റെക്ടറായി, അതിനിടയിൽ നെടുപുഴ പള്ളിയുടെ നടത്തി വികാരിയായി, അരനാട്ടുകര പള്ളി വികാരിയായി, അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് തൃശ്ശൂർ രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖലയായ വേദപ്രചാര സംഘത്തിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം നിയമിതനാകുന്നത്. അദ്ദേഹം ഈ വേദപ്രചാര സംഘത്തിൻ്റെ ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് ഈ കാണുന്ന ചേലക്കര മേഖലയെ അദ്ദേഹം കണ്ടെത്തുന്നതും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഇനിയുള്ളത് ചേലക്കരയിലായിരിക്കണമെന്ന് അദ്ദേഹം തീരുമാനമെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അന്തോണിച്ചൻ ചേലക്കരയിൽ വരുമ്പോൾ അന്തോണിച്ചൻ്റെ കൺമുൻപിലുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല, ഒന്ന് വിദ്യാഭ്യാസ മേഖലയാണ്, രണ്ട് ഇവിടുത്തെ സാമൂഹികമായ പിന്നോക്ക അവസ്ഥയാണ്. ഈ രണ്ട് മേഖലയിലും അദ്ദേഹം ഈ 33 വർഷവും കഠിനാധ്വാനം ചെയ്തത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്തോണിച്ചൻ ചേലക്കരയിൽ വരുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. 1891 ആരംഭിച്ച ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്, ശ്രീമൂലം സ്കൂള് ഇവിടെ ഓൾറെഡി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ പെൺകുട്ടികളോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് വിദ്യാഭ്യാസപരമായ വളർച്ചയാണ് ആ കാലഘട്ടത്തിൽ ഈ പ്രദേശത്തിനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അന്തോണിച്ചൻ പ്രത്യേകമായിട്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു. അതിന്റെ ഫലമായിട്ടാണ് 1930 തന്നെ ഇവിടെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂൾ ആരംഭിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്നു, ഒരു മഠം സ്ഥാപിച്ചു. മഠത്തോട് ചേർന്ന് അദ്ദേഹം സ്കൂൾ ആരംഭിക്കുകയാണ്. സ്കൂൾ ആരംഭിക്കുമ്പോൾ അത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നല്ലായിരുന്നു. കാരണം പെൺകുട്ടികളെ വീടുകളിൽ നിന്ന് സ്കൂളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അധ്വാനം തന്നെയായിരുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് എതിർപ്പുകളൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ വളരെ ധീരമായിട്ട് അദ്ദേഹം അതിനെ തരണം ചെയ്തു. വീടാന്തരം കയറി ഇറങ്ങി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തി കുട്ടികളെ അദ്ദേഹം സ്കൂളിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇവിടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇവിടെ വളർന്നു വരുന്നത്. വിദ്യാഭ്യാസ മേഖല പോലെ തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിഞ്ഞ ഒന്നാണ് ഇവിടുത്തെ പിന്നോക്കാവസ്ഥ. രണ്ടു തരത്തിലുള്ള പിന്നോക്കാവസ്ഥ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഒന്ന്, ആരോഗ്യകരമായ പിന്നോക്കാവസ്ഥ. ഇവിടെ ആശുപത്രികളോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലാത്ത ഒരു മേഖലയായിരുന്നു. ഏതാനും നാട്ടുവൈദ്യന്മാർ മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. ഒരു ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ഏറെ പരിശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ചേലക്കരയിൽ കാണുന്ന താലൂക്ക് ഹോസ്പിറ്റലൊക്കെ ഇവിടെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറെ ശ്രമം അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ പിന്നോക്കാവസ്ഥയിലുണ്ടായിരുന്ന ആളുകളുടെ ഇടയിൽ അദ്ദേഹം പ്രവർത്തിച്ചത്. തൊഴിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ തൊഴിലെടുക്കാനുള്ള സാഹചര്യങ്ങളില്ലാത്ത വ്യക്തികളെ കണ്ടെത്തി അവർക്ക് തൊഴിൽ മേഖലകൾ പറഞ്ഞു കൊടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കുടുംബങ്ങളിലെ ദാരിദ്ര്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലുമൊക്കെ മാറ്റിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഒരു പുരോഹിതന്റെ 3 ദൗത്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്: പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക. അന്തോണിച്ചൻ
രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുന്ന് പൗരോഹിത്യം ജീവിച്ച വ്യക്തിയാണ്. പക്ഷേ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്ന ഈ ത്രിമാന ദൗത്യങ്ങൾ വളരെ മനോഹരമായിട്ട് ജീവിതത്തിൽ നടപ്പിലാക്കിയ വ്യക്തിയാണ്. അന്തോണിച്ചിനോട് ചേലക്കര വന്ന വഴിക്ക് ഉടനെ ഇവിടെ ദേവാലയമൊന്നും പണിതില്ല. മറിച്ച് അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ഇടയിൽ നടന്ന് ജനങ്ങളുടെ ഇടയിൽ സംസാരിച്ച് ജനങ്ങളോട് കൂടെ പ്രവർത്തിച്ച് അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി. തൻ്റെ ജീവിതത്തിലൂടെയാണ് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചത്. അതിനെ തുടർന്ന് ഈ ജനത്തെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അദ്ദേഹം നയിച്ചു. ഏറ്റവും അവസാനമാണ് അദ്ദേഹം ചേലക്കരയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇടവക ദേവാലയം എന്ന ഒരു സങ്കല്പത്തിലേക്ക് വരുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ 31 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചേലക്കരയുടെ 33 വർഷത്തിൽ അവസാനത്തെ 2-3 വർഷം മാത്രമാണ് അദ്ദേഹം ഒരു ദേവാലയം നിർമ്മിക്കാനായിട്ടുള്ള അധ്വാനത്തിലേക്ക് തിരിയുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് 6 മാസം മുൻപാണ് ഇടവക ദേവാലയം ഇവിടെ വെഞ്ചരിക്കുന്നത്. അതായത് 1962 സെപ്റ്റംബർ 15-ാം തീയതിയാണ് ചേലക്കരയിൽ സ്വന്തമായൊരു ദേവാലയം അദ്ദേഹം പണിയുന്നത്. അന്തോണിച്ചൻ ചേലക്കരയിൽ വരുന്ന സമയത്ത് ഇവിടെ ഏതാനും ക്രൈസ്തവ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ കാര്യമായ കത്തോലിക്ക കുടുംബങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ആവശ്യമുണ്ടായിരുന്നില്ല, ഇവിടെ ഉണ്ടായിരുന്നുമില്ല. ഈ ഒരു പോരായ്മ ഒരു പരിധി വരെ അദ്ദേഹം പരിഹരിച്ചത് ഇവിടെ ഹോളി ഫാമിലി കോൺവെന്റിന്റെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. മഠത്തിന്റെ പള്ളി ജനത്തിന്റെ പള്ളി കൂടിയായിട്ട് അദ്ദേഹം മാറ്റി എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും വിശുദ്ധ കുർബാന അർപ്പിക്കാനും എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കാനുമായിട്ടുള്ള ഒരു വേദിയായിട്ട് കൂടി അദ്ദേഹം ആ ദേവാലയത്തെ മാറ്റി. അത് ഇവിടുത്തെ ആദ്യകാല ക്രൈസ്തവ സമൂഹത്തിന് ആത്മീയ കേന്ദ്രമായിട്ട് മാറാനായിട്ടും കാരണമായി. അങ്ങനെ 1930 മുതൽ 1963 ജൂൺ മാസം 9-ാം തീയതി അദ്ദേഹം മരിക്കുന്നത് വരെ 33 വർഷം അദ്ദേഹം ചേലക്കരയിലെ ഈ പ്രേക്ഷിത പ്രവർത്തനം തുടർന്നു. ദേവാലയം പണി പൂർത്തിയാക്കി ഏതാനും മാസങ്ങൾ മാത്രം അദ്ദേഹം ഈ ഇടവക ദേവാലയത്തിൻ്റെ അരികെയുള്ള ഈ അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ താമസിച്ചു. പക്ഷെ അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയൊക്കെ ശോചനീയമായി. അതിനെ തുടർന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ താമസം കോൺവെന്റിനോട് ചേർന്നിട്ടുള്ള പുരയിടത്തിലേക്ക് മാറ്റി അവിടെ വെച്ച് അദ്ദേഹം മരണമടയുകയാണ് ചെയ്തത്. 2008 നാമകരണ നടപടികൾ തുടങ്ങാനുള്ള ഒരു തീരുമാനം അതിരൂപത തലത്തിലുണ്ടാകുന്നത്. 2009 അദ്ദേഹത്തെ ദൈവദാസൻ എന്ന് പ്രഖ്യാപനം നടത്തി. 2010 നാമകരണത്തിനുള്ള കോടതി സ്ഥാപിതമാകുന്നത്. പിന്നീട് ദീർഘമായ 12 വർഷം നാമകരണ കോടതിയുടെ നടപടികൾ നടന്നു. ഒട്ടേറെ പേരെ ഈ നാമകരണ കോടതി വിചാരണ ചെയ്യുകയും അച്ഛൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ശേഖരിക്കുകയൊക്കെ ചെയ്തു. 2022 ഇതിൻ്റെ എല്ലാ പേപ്പറുകളും വത്തിക്കാനിലേക്ക് നാമകരണത്തിന് വേണ്ടിയിട്ടുള്ള തിരുസംഘത്തിലേക്ക് ഇവിടെ നിന്ന് എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അന്തോണിച്ചൻ്റെ ശ്രാദ്ധാചരണം വരുന്നത് ജൂൺ മാസം 9-ാം തീയതിയാണ്. ജൂൺ മാസം 1-ാം തീയതി മുതൽ ശ്രാദ്ധത്തിന് ഒരുക്കമായിട്ടുള്ള വിശുദ്ധ കുർബാന ആരംഭിക്കും. ജൂൺ 9-ാം തീയതിയാണ് ശ്രാദ്ധം വളരെ ആഘോഷമായിട്ട് ഇവിടെ നടത്തപ്പെടുന്നത്. അഭിമന്യ പിതാക്കന്മാരാണ് വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുകയൊക്കെ ചെയ്യുന്നത്. അതേസമയം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയുള്ള സമയം അന്തോണിച്ചിൻ്റെ കല്ലറയിലെ പ്രാർത്ഥനയും വിശുദ്ധ കുർബാന അർപ്പണവും
ജപമാല സമർപ്പണവും ഒക്കെ ഉണ്ട്. എല്ലാ മാസാദി വെള്ളിയാഴ്ചയും പ്രത്യേകമായിട്ട് വചന പ്രഘോഷണവും കുമ്പസാരത്തിനുള്ള സൗകര്യവും ഒക്കെ ഇവിടെയുണ്ട്. വളരെയേറെ പേര് ഈ മാസാദി വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷകൾക്കും ഈ പരിസര പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ എല്ലാ വെള്ളിയാഴ്ചയും അന്തോണിച്ചൻ്റെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്തോണിച്ചൻ വിശുദ്ധനായ അന്തോണിച്ചനാണ് എന്ന് നമ്മൾ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലും ഈ സാമൂഹികമായ മേഖലയിലും ഒക്കെ പ്രവർത്തിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന പേരിൽ മാത്രമല്ല. അതിനേക്കാൾ അപ്പുറത്ത് ഈ പ്രവർത്തനങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തെ നയിച്ച അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയതയുണ്ട്. അദ്ദേഹം നിലം തികഞ്ഞ ഒരു ആത്മീയ നേതാവ് കൂടിയായിരുന്നു. ദീർഘമായ പ്രാർത്ഥനയും ഉപവാസവും വിശുദ്ധ ഗ്രന്ഥ പഠനവുമൊക്കെ അദ്ദേഹത്തിൻ്റെ ദിനചര്യയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അരികത്ത് വരുന്നത് സാമൂഹികമായ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ല, മറിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അച്ഛനായിട്ട് അല്പനേരം ഇരുന്ന് സംസാരിക്കാനും ആ സംസാരം അവർക്ക് നൽകുന്ന ഉണർവും ആത്മീയമായ ചൈതന്യവും കൂടിയായിരുന്നു.